മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകൾ ഒന്നും തന്നെ നിർമ്മിക്കാതെ സ്ഥലം എംഎൽഎ സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ കോൺഗ്രസിന്റെ വീടുകൾ എവിടെയെന്ന ചോദ്യത്തിന് മുൻപിൽ ടി സിദ്ദിഖ് പതറുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ടിനെക്കുറിച്ചോ കോൺഗ്രസ് പിരിച്ചെടുത്ത ഫണ്ടിനെക്കുറിച്ചോ സിദ്ദിഖിന് കൃത്യമായ മറുപടിയില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി കോൺഗ്രസ് നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ച ഒരു വീട് പോലും ഇതുവരെ നിർമ്മിച്ചിട്ടില്ല. KPCC 100 വീട്, രാഹുൽ ഗാന്ധി 100 വീട്, യൂത്ത് കോൺഗ്രസ് 30 വീട് എന്നിങ്ങനെയായിരുന്നു പ്രഖ്യാപനങ്ങൾ. അതേസമയം സർക്കാർ പ്രഖ്യാപിച്ച വീടുകളുടെ നിർമ്മാണം എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പുരോഗമിക്കുകയാണ്. വസ്തുതകൾ ഇങ്ങനെയാണെന്നിരിക്കെ ടി സിദ്ദിഖ് MLA സർക്കാരിന്റെ വീടുകൾ വൈകുന്നെന്ന് ആരോപണമുയർത്തുമ്പോൾ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും യൂത്ത് കോൺഗ്രസും പ്രഖ്യാപിച്ച വീടുകളെവിടെ എന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടുകയാണ്. സ്ഥലം കണ്ടെത്തുന്നു, വീട് നൽകും, യൂത്ത് കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റ് മറുപടി പറയും തുടങ്ങി ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ് ടി സിദ്ദിഖ് MLA. പിരിച്ച ഫണ്ടിന്റെ കണക്ക് കോൺഗ്രസ് പാർട്ടിയുടേത് ഒരു ആപ്പായിരുന്നു, ഓപ്പൺ ആയിരുന്നു. 2 യൂത്ത് കോൺഗ്രസിൻ്റെത് അത് കൊടുക്കുമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ആശങ്ക വേണ്ട. ഞാൻ അസന്നിഗ്ധമായി പറയുന്നു, ആ വീടുകളെ സംബന്ധിച്ചുള്ള ആശങ്ക വേണ്ട, അത് കൊടുക്കും. ഭൂമി ഞങ്ങൾ കണ്ടെത്തി, അതിന്റെ അനുബന്ധ നടപടികളിൽ കിടക്കുക. അത് എടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പറയാം. നിയമപ്രശ്നം കാരണം ഭൂമി കണ്ടെത്തുന്നത് വൈകിയെന്നാണ് ഒന്നാമത്തെ ഉത്തരം. വയനാട്ടിൽ സർക്കാർ നൽകുന്ന വീട് കൂടാതെ പോലീസ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ പോലും ഭൂമി കണ്ടെത്തി ദുരന്തബാധിതർക്ക് വീടെടുത്തു നൽകി. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പിരിച്ചെടുത്ത ഫണ്ടിന് പോലും ഇപ്പോഴും കൃത്യമായി മറുപടിയില്ല. PV ജോഷില, കൈരളി ന്യൂസ്, വയനാട്.